ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് 7ാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ ഞാൻ അത്താഴമൊക്കെ കഴിച്ച് എണിച്ച് രാവിലെ മുറ്റമൊക്കെ വൃത്തിയിലാക്കി അലക്കിയൊക്കെ ഇട്ടു. പിന്നെ പറമ്പിലൊന്ന് ജസ്റ്റ് നടന്നു. പിന്നെ പോയപ്പോൾ 2 കറിവേപ്പില തണ്ടൊന്ന് പൊടിച്ചിരുന്നു. വൈകുന്നേരം കറിക്കൊന്ന് വേണം. അങ്ങനെ കുട്ടികളെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കി. അപ്പോഴേക്ക് 2:30 മണിയായി. പിന്നെ നേരെ കുളിക്കാനാണ് പോയത്. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എന്നെ നിസ്കാരം എല്ലാം ഇതാക്കി കിച്ചണിലേക്കൊന്ന് പോകാൻ. അപ്പോൾ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് അന്ന് കുറച്ച് നേരം മേസ ഫാത്തിമയോടൊപ്പം മഹഫൂസിനൊപ്പം കളിച്ച് നിന്നു. അപ്പോഴേക്കും 3:30 മണിയായി. പിന്നെ നേരെ വിട്ടു. ചിക്കൻ കറിയും ഉലുവ മണ്ണിയൊക്കെ റെഡിയാക്കി വെച്ചു സെറ്റാവാൻ അവിടെ ഫ്രിഡ്ജിൽ വെച്ചു. അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയതാണ് ഈ കാണുന്നത്. പിന്നെ പൊട്ടാറ്റോയും ചിക്കനും വേവാൻ അടുപ്പത്ത് ഇട്ട് വെച്ചു. അത് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്കിനും വേറെ പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. അടുത്ത ജോലി എന്ന് പറയുന്നത് ചിക്കൻ കറി ഉണ്ടാക്കലാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടി ചട്ടി വെച്ചു. ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി. അതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടാറ്റോ വിസിൽ വരുന്നുണ്ടോ നോക്കുന്നുണ്ട്. അത് വേഗം വേവണം. സമയം നമ്മൾക്ക് തീരെ ഇല്ല. 3 മണി കഴിഞ്ഞു, 3:30 ആയി. പിന്നെ അതിനിടയിൽ ഇദ്ദേഹം വന്ന് കുറച്ച് നേരം കുട്ടികളൊക്കെ വന്ന് കളിച്ചു. പിന്നെ ചിക്കൻ തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് റെഡിയാക്കി. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇടാനാണ്. ചിക്കൻ ഇട്ട് നന്നായി വഴറ്റി പിന്നെ മുളകൊക്കെ ഇട്ട് മിക്സാക്കി അതിനെ അടന്ന് തിളക്കാൻ വെച്ചു. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾക്കിനും വേറെ ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ പത്തിരിക്ക് വേണ്ടി അരക്കാൻ ഇടാൻ പോയി. പത്തിരിക്ക് പച്ചരിയിലാണ് ഞാൻ പത്തിരി ചുടുന്നത്. ചോറൊക്കെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ചിക്കൻ ചീസ് ബോൾ ഉണ്ടാക്കലാണ്. അതിന് ഉള്ളി എടുത്ത് വെച്ചു. അപ്പോഴേക്കും പൊട്ടാറ്റോയും ചിക്കനും വെന്ത് വന്നു. പിന്നെ അടുത്തത് ഞാൻ മുട്ടയാണ് വേവാൻ വെച്ചത്. മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിനെ വേവാൻ വേണ്ടി ഗ്യാസിൽ വെച്ചു. പിന്നെ ചിക്കൻ ചീസ് ബോൾ ആക്കാൻ വേണ്ടി മസാല റെഡിയാക്കാൻ തുടങ്ങി. ഉള്ളി എല്ലാം ഇട്ട് മസാല ഒക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് വഴറ്റി പൊട്ടാറ്റോ ഒക്കെ ഇട്ട് നന്നായി വഴറ്റി റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ അതിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ചെയ്തത്. ചീസ് പിന്നെ പൊട്ടാറ്റോ മിക്സ് എല്ലാം റെഡിയാക്കി ബോൾസാക്കി പൊരിച്ചെടുത്തു. പിന്നെ എല്ലാ സാധനങ്ങളും ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. കുറുക്കി വെച്ച മണ്ണി എല്ലാം റെഡിയാക്കി ടേബിളിൽ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ പപ്പായ ജ്യൂസ് അടിച്ചിരുന്നു. പിന്നെ ബത്തക്ക സർബത്ത്, പിന്നെ കുറച്ച് റോളുണ്ടാക്കി, മുട്ട ബജി, പിന്നെ ബത്തക്കയും പപ്പായയും അരിഞ്ഞു വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷമാണ് ആ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കാൻ തുടങ്ങി. എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി ക്ലീനാക്കി വെച്ചു. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പത്തിരിൻ്റെ പണിയെല്ലാം തുടങ്ങിയത്. പത്തിരിൻ്റെ പണിയും അത്താഴത്തിനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി പത്തലൊക്കെ ബോൾസാക്കി പത്തലൊക്കെ ചുട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഓക്കേടാ, ബൈ.